നമ്മുടെ എം മണി MLA ഗവർണറെ നാറി എന്ന് വിളിച്ചിരിക്കുന്നു. സന്തോഷമായോ? എനിക്ക് ചെറിയ സന്തോഷമുണ്ട്. എന്തേ? അല്ല, ഭരണഘടനാപരമായിട്ട് ഒരു പദവി ഇരിക്കുന്ന ഗവർണർ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരുമാതിരി കുട്ടികളുടെ ശാഠ്യം പോലെയല്ലേ അദ്ദേഹം കാണിക്കുന്നത്. ഈ വഴി കൂടെ നടക്കുമ്പോൾ ചില ആളുകൾ തുണി പൊക്കി കാണിക്കും. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മനോഹരമായിരിക്കും എന്ന് പറഞ്ഞ് ആസ്വദിക്കുന്ന ചില ആളുകളുടെ മനോഭാവം ചില മാധ്യമ പ്രവർത്തകർക്കും പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അയ്യപ്പദാസിൻ്റെ ചിരി കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരും. അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അല്ല, അങ്ങനെ എം മണിയെ കാണിക്കുന്ന കാട്ടായങ്ങൾ പ്രവർത്തികൾ ഒക്കെ ആസ്വദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു മനോഭാവം മറ്റുള്ളവൻ്റെ ഭാഗം കണ്ട് ആസ്വദിക്കുന്ന ഒരു മനോവൈകല്യമുണ്ട്. അവരെയാണ് ചിലപ്പോൾ ഷോമാൻ എന്നൊക്കെ പറയും. അത് ഈ വനിതകളൊക്കെ താമസിക്കുന്ന ഹോസ്റ്റലുകളുടെ പിന്നാമ്പുറത്ത് ചെന്നിട്ട് തുണിപൊക്കി കാണിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലെങ്കിൽ രാവിലെയൊക്കെ വിജനമായ സ്ഥലങ്ങളിൽ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്, സമീപത്തുണ്ടായ കേസുകളാണ്. വെളുപ്പിന് നടക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഷോമാൻസ്. അങ്ങനത്തെ ഷോമാന്മാരെ ആരാധിക്കുന്ന ആളുകൾ ഇവരെക്കാളും അപകടകാരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എം മണി ചെയ്തത് നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ഈ തുണിപൊക്കി കാണിക്കുന്ന ആളുകളെക്കാളും അധമന്മാരാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന് പൊതുജീവിതത്തിന് ഒരു സദാചാരമുണ്ട്, ഇല്ലേ അയ്യപ്പദാസ്? നമുക്ക് അയ്യപ്പദാസിന്റെ രാഷ്ട്രീയം ഉണ്ടാവും, എനിക്ക് രാഷ്ട്രീയമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും രാഷ്ട്രീയമുണ്ട്. ഇത് പൊക്കി പറഞ്ഞതാണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് അങ്ങയുടെ നമോവാകാം. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രതീക്ഷയോടെ കാണുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. കാരണം ഇവർ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരാണെന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പെട്ട് മയങ്ങി നിൽക്കുന്ന ഒരുപാട് മണ്ടന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനം പറയുന്നത് സദാചാരത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ ഒക്കെ കൊടിയടയാളം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അവരാണ് എങ്ങനെ ഒരു മനുഷ്യൻ ശിരസുയർത്തി അഭിമാനത്തോടെ അന്തസ്സോടെ വലിയ സംസ്കാര സമ്പന്നനായി എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളെന്നാണ് പൊതുവിൽ ഇടതുപക്ഷം ഭാവിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക നായ എന്ന് നിർത്തി പറയുന്ന നായകരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണെന്ന് അഭിരമിക്കാറുണ്ട്, അല്ലേ? പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ചെറുതും വലുതുമൊക്കെ ആയിട്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ മലീമസപ്പെടുത്തുന്ന ദുഷിച്ചു നാറിയ പദപ്രയോഗങ്ങൾ, എതിരാളികളെ മാനിക്കാതെ സ്വന്തം അന്തസ്സിനെ പോലും എങ്ങനെ ബാധിക്കുമെന്ന് ഗൗനിക്കാതെ അതിനീചമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? അത് പലരും ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ പറയൂ, ഈ പുറമേനി നടിക്കുന്ന പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഇവർ ഒരുപക്ഷെ പറഞ്ഞു. അതാണ് പരനാറി എന്ന് പറയുന്നത്. അല്ലല്ല അയ്യപ്പദാസെ, പ്ലീസ്, ഞാൻ ചോദിച്ചതല്ല. കേരളത്തിൽ ഏറ്റവും സംസ്കാര സമ്പന്നതയോടെ പെരുമാറേണ്ടതും സദാചാര മൂല്യം ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളല്ലാത്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് കേരളത്തിൽ സദാചാരത്തിനും ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒരുമിച്ചിരുന്ന് പറയാൻ വയ്യാത്ത പദസമ്പത്തുകൾ പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിനൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ചെയ്തതെന്ന് പച്ച മലയാളത്തിൽ അശ്ലീലം പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ പറഞ്ഞ സദാചാരവും ഉന്നത മൂല്യങ്ങളും ഒക്കെ ഭാവിക്കും വേണമെന്ന് പറയും. അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഈ തരവഴി കാണിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പെമ്പിളെ ഉരിമ എന്ന് പറയുന്ന പാവപ്പെട്ട ഇടുക്കിയിലെ തോട്ടങ്ങളിൽ, തേയിലത്തോട്ടങ്ങളിൽ കൊതുമ്പ് നുള്ളി ജീവിക്കുന്ന എത്ര 15-20 രൂപയൊക്കെയാണ് ഒരു ദിവസം കിട്ടുന്നത്. ചിലപ്പോൾ തുകയിൽ വ്യത്യാസമുണ്ട്, നാമമാത്രമായ തുകയാണ് കിട്ടുന്നത്. അങ്ങനെ ഒറ്റമുറി ലയങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവിടെ പെമ്പിളെ ഉരിമ എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ചൂഷണത്തിനെതിരെ അവർ അരാഷ്ട്രീയമായി സംഘടിച്ചു. അതാണ് പ്രധാനപ്പെട്ട. കേരളത്തിലെ തോട്ടം മേഖല എന്ന് പറഞ്ഞാൽ ATUCയുടെയും CATUവിൻ്റെ ഒക്കെ കുത്തക കേന്ദ്രങ്ങളാണ്. അവിടെ അരാഷ്ട്രീയമായി സംഘടിച്ച് ഒരു വനിതാ മുന്നേറ്റം ഉണ്ടാക്കി. അതിനെ ഈ നമ്മുടെ മണിയാശാൻ എന്ന് പറയുന്ന കക്ഷി എന്താ മറ്റേ പരിപാടിക്കുള്ള കാട്ടിപ്പോയി മറ്റേ പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. ആ സ്ത്രീകളെന്ന് പറയുന്നത് എൻ്റെയും അയ്യപ്പദാസിൻ്റെയും അമ്മയെയും സഹോദരിമാരെയും പോലുള്ള സ്ത്രീകളാണ്. അവർ അധ്വാനിക്കാൻ വേണ്ടി വിഷമടിച്ചിട്ടിരിക്കുന്ന തേയിലച്ചെടികളുടെ കൂമ്പ് തുള്ളി. നിങ്ങൾക്കറിയാമോ, നമ്മൾ കഴിക്കുന്ന തേയില ഏറ്റവും വിഷം നിറഞ്ഞ സാധനമാണ്. നേരത്തെ എൻഡോസൾഫാൻ തളിച്ചിരുന്നു കശുമാവിൻ തോട്ടത്തിലൊക്കെ. എന്ന് പറയുന്ന പോലെ തേയിലച്ചെടികൾക്ക് തളിക്കുന്നത് ഏറ്റവും മാരകമായ വിഷമാണ്. ഇതറിയാമെങ്കിൽ ചായ കുടിക്കില്ല കേട്ടോ. പക്ഷേ ആ വിഷമടിക്കുന്ന തേയിലയുടെ കൂമ്പ് നുള്ളി തുച്ഛമായ വേതനത്തിന് വേണ്ടി പണിയെടുക്കുന്ന സ്ത്രീകൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി
മറ്റൊന്നിനും വേണ്ടിയല്ല. അവർക്ക് കൂലി കൂട്ടി കിട്ടാൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളിലെ ട്രേഡ് യൂണിയനുകൾ അവരെ സംരക്ഷിക്കാതിരുന്നപ്പോൾ അവർ സ്വന്തമായ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി അവകാശത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോൾ അവരെ മറ്റേ പണിക്കാരായി എന്ന് വിളിച്ച ആളെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ലജ്ജയുണ്ട് അയ്യപ്പദാസൻ. എം എം മണി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. അദ്ദേഹം ആ ഏരിയയിലെ ഒരു സാധാരണക്കാരനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ ചിലപ്പോൾ അത്തരമൊരു നാടൻ പ്രയോഗം വന്നിട്ടുണ്ടാകാം. ഇടുക്കിയിലൊരു സാധാരണക്കാരൻ, ഇടുക്കിയിലെ വലിയ വിദ്യാഭ്യാസമൊന്നും കിട്ടാത്ത ഒരു സാധാരണക്കാരൻ, സാധാരണ മനുഷ്യന്മാർ വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ആളുകൾ പെരുമാറുന്നതും വർത്തമാനം പെരുമാറുന്നതും പോലെ സംസാരിക്കുന്നത് സ്വാഭാവികമാണ്, നൈസർഗികമാണ്, ഓർഗാനിക്കാണ്, എഗ്രീഷ്. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ നേതാവായി, MLA ആയി, മന്ത്രിയായി. എന്നിട്ട് അദ്ദേഹത്തിന് 1 തവണ 2 തവണ 3 തവണ പലതവണ തെറ്റിട്ടുണ്ട്. വിടുവായത്തരങ്ങളുടെ ആശാനായതുകൊണ്ട് 1 2 3 4 പറഞ്ഞിട്ട് ഒരുത്തരെ തല്ലിക്കുന്നു, ഒരുത്തരെ വെടിവെച്ചുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പൊ അപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി പലതവണ അദ്ദേഹം തിരുത്തി. നിങ്ങൾ ഭരണഘടനാ ചുമതല വഹിക്കുന്ന എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുണ്ടെന്ന, ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ മാന്യത പാലിക്കണമെന്ന് അയാളെ പല പ്രാവശ്യം വിലക്കിയിട്ടും പിന്നെയും അത് ഞാൻ എൻ്റെ ഗ്രാമ്യ ഭാഷയാണ്, ഞാൻ സാധാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ വകവെച്ച് തരണമെന്നില്ല. 2, അതാണ് ഒന്നാമത്തെ കാര്യം. തെറ്റുപറ്റും, ആർക്കും, അയ്യപ്പനും പറ്റും, എനിക്കും പറ്റും, എം എം മണിക്കും പറ്റും, ആർക്കും പറ്റും. അത് തിരുത്തുക. നമ്മുടെ വീഴ്ച എന്താണ്? മൈക്ക് കിട്ടിയാൽ എന്തും പറയാമെന്ന് കരുതുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ എനിക്ക് കൈയടിക്കാൻ കുറേ ആളുകളുണ്ട് എന്ന് കരുതി എന്തും പറഞ്ഞു വയ്ക്കാം എന്ന് കരുതുന്നത് മോശമാണ്. നമ്മൾ കുടുംബമായി ജീവിക്കുന്നവരാണ്, നമ്മൾ അപരനെ ദോഷിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നവരാണ്, അന്യന് അസുഖകരമായ കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ലേ? അതൊക്കെയാണല്ലോ പ്രത്യേകിച്ച് ഒരു മനുഷ്യജീവി എന്ന നിലയിൽ നമ്മൾ പുലർത്തേണ്ടുന്ന ചില സംസ്കാരവും രീതികളും. ഇനി ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. എം എം മണി ആശാൻ അഴിമതിക്കെതിരായ പോരാട്ടം, സത്യസന്ധൻ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലംബോദരനെ അറിയാമോ? അദ്ദേഹത്തിൻ്റെ അനിയനാണ്. ലംബോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ആരാണ് ലംബോദരൻ? ലംബോദരൻ നമ്മുടെ ഒരു ഭക്തനല്ലേ? ഏതോ ഒരു ദൈവത്തിന്റെ ദൈവമല്ല, നിങ്ങളുടെ പഴവങ്ങാടി ഗണപതിയാണ് ലംബോദരൻ. അതാണ്, ഏതോ ദൈവമൊന്നുമല്ല. അമ്പലത്തിൽ എന്നെ പരമഭക്തനെന്നും അത് നിങ്ങളുടെ വൈരുദ്ധ്യമാണ്. നിങ്ങളുടെ വാക്കും പ്രവർത്തിക്കുന്ന ഒരു ബന്ധമില്ല. അങ്ങനെ അപ്പോൾ ലംബോദരൻ എന്ന് പറയുന്നത് ഗണപതിയാണ്. ഗണപതിയുടെ ഒരു സ്വഭാവം, ഗണപതിയെ ലംബോദരൻ എന്ന് വിളിക്കാൻ കാരണം എന്നറിയോ? അതൊക്കെ പുള്ളി അടിക്കും. മോദകം കൊടുത്താൽ മോദകം തിന്നും, വിശപ്പ് തിന്നില്ല, അത് കൊടുത്ത ഉരുളിക്കൊണ്ട് വീഴും ആണല്ലോ. ഇതാണ് ലംബോദരൻ. അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി എന്താണോ ലംബോദരൻ, അതാണ് മണിയാശാന്റെ അനിയൻ ലംബോദരൻ. നിവേദിത പി ഹരനെ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ സീനിയർ IAS ഓഫീസർ. അവർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരൊരു അന്വേഷിച്ച് ഏതാണ്ട് 360ഓളം പേജുകളുള്ള, പേജ് നമ്പർ കൃത്യമല്ല, സബ്ജക്ട് ടു കറക്ഷൻ, അത് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ബെഞ്ചിൽ ആ റിപ്പോർട്ടിലെ ഏതാണ്ട് 3 പേജുകൾ ഒരു സബ് ടൈറ്റിലിട്ട് കൊടുത്തിരിക്കുന്നത് ലംബോദരൻ്റെ പേരിലാണ്. ഇടുക്കിയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ, അയാൾ കയ്യേറിയ ഭൂമിയുടെ സർവേ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് റിപ്പോർട്ട് ഇപ്പോഴും നിവേദിത പി ഹരൻ്റെ റിപ്പോർട്ട് പൊതുമണ്ഡലത്തിൽ ഉണ്ട്, അവൈലബിൾ ആണ്. അദ്ദേഹം CPIMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. എന്നാൽ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി ആയിരിക്കെ എന്ത് പരനാറിയ പണിയാടാ നീ ചെയ്തതെന്ന് മണിയാശാൻ ഒരിക്കൽ പോലും ചെയ്തത് കേരള സമൂഹം കേട്ടിട്ടില്ല സാർ. അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ആയതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നിഷ്കളങ്ക ഭാഷയിൽ സംസാരിക്കുന്ന ആളായിരുന്നെങ്കിൽ കവളം മടൽ വെട്ടി അടിക്കണമായിരുന്നു ലംബോദരനെ, പ്ലീസ്, ആയിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പരനാറി എന്ന് അല്ലെങ്കിൽ നാറി എന്ന് ആരെ വിളിക്കണമെന്നും ആരെ വിളിക്കേണ്ടെന്നും സൗകര്യം പോലെ അറിയാവുന്ന ആളാണ് മണിയാശാൻ. നമ്മൾ ചില ആളുകളെ മാഷയെന്നൊക്കെ വിളിക്കുന്നത് നമ്മളാരും പഠിപ്പിച്ചുകൊണ്ടൊന്നല്ല, ഒരു നിർബന്ധമില്ല. പ്രായത്തെ മാനിക്കണം അല്ലേ? നാട്ടുഭാഷയൊന്നുമല്ല, നാട്ടുഭാഷ ഒന്നത്. അതായത് വേറെ കാര്യമുണ്ടേ, ഒരു മര്യാദ എന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ നിങ്ങളോട് സപ്പോസ് ഒരു മര്യാദകേട് കാണിച്ചെന്നിരിക്കട്ടെ, എന്നാലും നിങ്ങൾ അയാളെ കെട്ടാലറയ്ക്കുന്ന തെറി വിളിക്കുമോ? തിരിച്ചു വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. അതെന്തോ മാനിക്കുന്നുണ്ട്. പ്രായത്തെ മാത്രമല്ല, പദവിയെ മാനിക്കുന്നു. പിതൃതുല്യനായതുകൊണ്ടാണ്.
അപ്പോൾ നമ്മുടെ ഗവർണർ എന്ന് പറയുന്ന ആള് നമ്മുടെ ഭരണഘടനാപരമായി ഈ സ്റ്റേറ്റിന്റെ തലവനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്, സർക്കാരിന്റെ തലവൻ ഗവർണറാണ്. അതെ. അപ്പോൾ ഈ നമ്മുടെ മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. അതെ. അപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനമാണ്, ഭരണഘടന അച്ഛൻ്റെ സ്ഥാനം. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആളുകളെ സംബോധന ചെയ്യാൻ നാറി എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. അതിനെ എപ്പോൾ അപലപിക്കാൻ നമുക്ക് കഴിയുന്നോ, മോശമായി എന്ന് പറയാൻ കഴിയുമ്പോൾ അപ്പോഴേ നമ്മളൊരു ശരിയായ ജനാധിപത്യവാദിയാവത്തുള്ളൂ. ഗവർണർ എന്ന് പറയുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പക്കലുള്ള അധികാരത്തിൻ്റെ പ്രയോഗമോ അമിതാധികാരം പ്രയോഗമോ ആയിരിക്കാം നടന്നത്. എന്നിരുന്നാലും അയാളെ ഇതിങ്ങനെയൊക്കെ വിളിക്കുന്നത്, മുഖ്യമന്ത്രിയെ വിളിക്കാൻ പാടില്ല, നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിക്കാൻ പാടില്ല, ഗവർണറെ വിളിക്കാൻ പാടില്ല, പൊതുസമൂഹത്തിലുള്ള ആരെയും വിളിക്കാൻ പാടില്ല. നമ്മുടെ ശത്രുവിനെ പോലും പറ്റുമെങ്കിൽ നിങ്ങൾ ഇത്തരം മ്ലേച്ഛമായ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കരുത്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മണ്ണാണ്. ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഒരു ഗുരു ജീവിച്ച മണ്ണാണ്. മിനിമം ആ മാന്യതയെങ്കിലും നമ്മൾ കാണിക്കണം. സംസ്കാരം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകണം. നമ്മൾ ബഹുമാനം കൊടുത്താലേ ബഹുമാനം തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ മണിയാശാൻ എന്തിൻ്റെ പേരിൽ പറഞ്ഞാലും ഗവർണറെ നാറി എന്നൊക്കെ വിളിക്കുന്നത് നോക്കൂ, ഞാനിപ്പോൾ തന്നെ പറയാം, മണിയാശാൻ എന്ന് ഖേദം പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.